ഹായ് എല്ലാവർക്കും IBPSന്റെ വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ സ്ക്വയർ റൂട്ട് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ക്വയർ എങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് അല്ല, സ്ക്വയർ നമുക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് 25 എന്ന് പറയുന്ന ഒരു നമ്പർ, ഇതിൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാവർക്കും അറിയാം 25ൻ്റെ സ്ക്വയർ 625 ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും ഇതിന് നമുക്കൊരു എളുപ്പവഴി ഉപയോഗിക്കാം. അതായത് a square 2ab b square എന്ന ഇക്വേഷൻ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. a plus b the whole square എന്ന് പറയുമ്പോൾ a square plus 2ab plus b square. ഇവിടെ ഇടയ്ക്ക് പ്ലസും മൈനസും ഒന്നും ഇടണ്ട, ജസ്റ്റ് ഇതങ്ങ് ഓർത്താൽ മതി. അപ്പം a square എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ എഴുതുക. ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ, രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ്? 4. പക്ഷേ എഴുതുമ്പോൾ ഇത് 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് വേണം എഴുതാനായിട്ട്. 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 04 ആക്കി എഴുതുക. ഇനി അടുത്തത് 2ab. 2ab എന്ന് പറയുമ്പോൾ അതായത് 5നെയും 2നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2 എത്ര? 10. എന്നിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2ab 5 × 2 10, 10 × 2 20. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ അങ്ങ് 20 എന്ന് എഴുതരുത്, ഇതാ ഇങ്ങനെ വേണം 70 എന്ന് എഴുതാൻ. ശരിയാണോ? ഇനി എന്താണ് ബി സ്ക്വയർ? അവസാനത്തെ നമ്പറിൻ്റെ സ്ക്വയർ. അവസാനത്തെ നമ്പറിൻ്റെ സ്ക്വയർ എത്ര? 5ൻ്റെ സ്ക്വയർ 25. അത് കണ്ട് ഇങ്ങനെ വേണം എഴുതാനായിട്ട്, അല്ലാതെ അങ്ങോട്ട് നീക്കി എഴുതരുത്. ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 0 അതേപോലെ വരും. 4 × 2 6, 2 0 2, 5ന് പിന്നെ ആഡ് ചെയ്യാനൊന്നുമില്ല. സോ 620. 0 മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 625. അപ്പം ചെറിയ നമ്പറിനൊക്കെ ഇത് ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അത് നമുക്കറിയാം. ഇപ്പോൾ ഒരു 30 അല്ലെങ്കിൽ 50 വരെയുള്ള സ്ക്വയർ പഠിച്ചു വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പം പെട്ടെന്ന് ഏതൊരു ഒരു വലിയ നമ്പറൊക്കെ വരുമ്പോൾ അന്നേരമാണ് നമുക്ക് ഈ ഒരു മെത്തേഡിൻ്റെ പ്രസക്തി. അപ്പോൾ ഇവിടെ നമ്മളല്ലാതെ മൾട്ടിപ്ലയർ നോക്കാതെ തന്നെ പെട്ടെന്ന് ഈ ഒരു കാര്യം ഇത് നിങ്ങളുടെ ഈ കാൽക്കുലേഷൻസ് ഒക്കെ മനസ്സിൽ ചെയ്യാനാണ് ശ്രമിക്കുക. ഇത് പേപ്പറിലോട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് മനസ്സിൽ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 72 എന്ന് പറയുന്ന നമ്പർ, 72ൻ്റെ സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ എഴുതുക. 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49. അടുത്തത് ഈ 2 നമ്പർ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ ഇരട്ടി എടുക്കുക. 7 × 2 14. 14ൻ്റെ ഇരട്ടി എത്ര? 28. പിന്നീട് 2ൻ്റെ സ്ക്വയർ, അവസാനത്തെ നമ്പറിൻ്റെ സ്ക്വയർ. അവസാനത്തെ നമ്പറിൻ്റെ സ്ക്വയർ എത്രയാണ്? 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. വെറുതെ ഇവിടെ 4 എന്ന് ഇങ്ങനെ എഴുതരുത്. എന്ത് വേണം എഴുതാനായിട്ട്? 04 എന്ന് വേണം എഴുതാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആഡ് ചെയ്യുക അല്ലേ. ഇവിടെ 4, ഇവിടെ 8 അല്ലേ, ഇവിടെ 9 × 2 11 1 എഴുതുക. 4 1 5. അപ്പോൾ 5184 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ? നമുക്ക് മറ്റൊരു നമ്പറോട് നോക്കാം. 83. സോ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ. 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64. പിന്നീട് ഈ 2 നമ്പറിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ ഇരട്ടി എടുക്കുക. 8 × 3 24. 24ൻ്റെ ഇരട്ടി എത്രയാണ്? 48. ശരിയല്ലേ? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ. 8ൻ്റെ സ്ക്വയർ 64. പിന്നീട് ചെയ്യേണ്ടത് എന്താണ്? ഈ 2 നമ്പറോടെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ ഇരട്ടി എടുക്കുക. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു a സ്ക്വയർ 2ab b സ്ക്വയർ. ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ, ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ, അതിൻ്റെ ഇരട്ടി, പിന്നെ അവസാനത്തെ നമ്പറിൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ 8ൻ്റെ സ്ക്വയർ 64 എഴുതി. പിന്നീട് എന്താ ചെയ്തത്? ആദ്യത്തെ നമ്പറിൻ്റെയും രണ്ടാമത്തെ നമ്പറിൻ്റെയും പ്രോഡക്റ്റിൻ്റെ ഇരട്ടി എടുത്തു. 8 × 3 24, 24ൻ്റെ ഇരട്ടി 48. പിന്നെന്താ ചെയ്തത്? ലാസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ. ലാസ്റ്റ് നമ്പർ എത്ര? 3. 3യുടെ സ്ക്വയർ എത്ര? 9. എങ്ങനെ എഴുതണം? 0 9 അല്ലേ. അപ്പോൾ 9 8 4 + 4 8 അല്ലേ, പിന്നെ 6. സോ 6 8 8 9 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഏത് നമ്പറിൻ്റെയും സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വർഗ്ഗം എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ കുറേ നമ്പർ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. എത്ര ചെയ്ത് നോക്കുന്നോ അത്രയധികം നമുക്കിത് ഫാസ്റ്റായിട്ട് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. If you like our content,
Do like, share and subscribe.